ഞാൻ ആരോഗ്യലക്ഷ്മിയാണ്. എന്നിൽ നിന്നും സമ്പൂർണമായ ആരോഗ്യത്തിന്റെ വൈബ്രേഷൻ ഞാൻ നാലുപാടും പരത്തുകയാണ്. എല്ലാ മനുഷ്യാത്മാക്കളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക, മാനസിക അസ്വസ്ഥതകളിൽ നിന്നും അവർ മുക്തരായിക്കൊണ്ടിരിക്കുന്നു. चतुर्दश तुम बिन कोई नहीं पाता। ओम जय लक्ष्मी माता। महालक्ष्मी जी की आरती जो कोई नर गाता, मैया जो कोई नर गाता, आनंद समाता। ഞാൻ ഭാഗ്യലക്ഷ്മിയാണ്. എല്ലാവർക്കും ഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഭാഗ്യവിധാതാവിന്റെ സന്താനമായ ഭാഗ്യലക്ഷ്മി. ഒരു കുട്ടി ജന്മമെടുക്കുമ്പോൾ ആറാമത്തെ ദിവസം
ഭാഗ്യലക്ഷ്മി ആ കുട്ടിയെ കയ്യിലെടുത്ത് തൻ്റെ മടിയിലിരുത്തുന്നു. തൻ്റെ പവിത്രമായ കരങ്ങൾ കൊണ്ട് ആ കുട്ടിയുടെ മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ രേഖ വരയ്ക്കുന്നു. ഭാഗ്യലക്ഷ്മി സ്വയം ഭാഗ്യത്തിൻ്റെ രേഖ വരച്ച് ആ കുഞ്ഞിൻ്റെ ഭാഗ്യം പരിപൂർണമായും പരിവർത്തനപ്പെടുത്തുകയാണ്. ഇപ്രകാരം അഭ്യസിക്കൂ. ഞാൻ മാസ്റ്റർ ഭാഗ്യവിദാതാവാണ്. ഞാൻ ഭാഗ്യവിദാതാവായ പരമാത്മാവിന്റെ സന്താനമാണ്. ഭാഗ്യവിദാതാവിന്റെ മാസ്റ്റർ സന്താനമായ ഞാൻ സർവ ആത്മാക്കൾക്കും ജ്ഞാനം, ശക്തികൾ, ഗുണം, ആത്മീക ദൃഷ്ടി, ആത്മീയ സ്നേഹം, സഹയോഗം, ശ്രേഷ്ഠമായ കൂട്ടുകെട്ട്, സന്തോഷ ഉത്സാഹം ഇവയെല്ലാം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ആത്മാക്കളെയും സൗഭാഗ്യശാലിയാക്കി മാറ്റി സന്തുഷ്ടരാക്കിക്കൊണ്ടിരിക്കുന്നു. पाप उतर जाता। ओम जय लक्ष्मी माता, ओम जय लक्ष्मी माता, मैया जय लक्ष्मी माता। तुमको निस दिन सेवक, तुमको निस दिन सेवक, हर विष्णु विधाता। ओम जय लक्ष्मी माता, ओम जय लक्ष्मी माता, मैया जय लक्ष्मी माता। तुमको निस दिन सेवक, तुमको निस दिन सेवक। लक्ष्म्यै नमो नमः। ॐ विष्णुप्रियायै नमो नमः। ॐ धनप्रदायै नमो नमः। ॐ विश्वजनन्यै नमो नमः। ॐ महालक्ष्म्यै नमो नमः। ॐ विष्णुप्रियायै नमो नमः। ॐ धनप्रदायै नमो नमः। ॐ विश्वजनन्यै नमो नमः। ॐ महालक्ष्म्यै नमो नमः। ॐ विष्णुप्रियायै नमो नमः। ॐ धनप्रदायै नमो नमः। ॐ विश्व
विश्वजनन्यै नमो नमः। ॐ महालक्ष्म्यै नमो नमः। ॐ विष्णुप्रियायै नमो नमः। ॐ धनप्रदायै नमो नमः। ॐ विश्वजनन्यै नमो नमः। ॐ महालक्ष्म्यै नमो नमः। ॐ विष्णुप्रियायै ഞാൻ സംസ്കാര ലക്ഷ്മിയാണ്. സംസ്കാര ലക്ഷ്മിയിൽ നിന്നും നല്ല സ്വഭാവ സംസ്കാരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സമ്മാനമാണ്. ഒരു കുട്ടിക്ക് തൻ്റെ കുട്ടിക്കാലത്ത് നല്ല സംസ്കാരങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ സംസ്കാര ലക്ഷ്മിയുടെ അനുഗ്രഹത്തോടെ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കും. സംസ്കാര സമ്പന്നമായ മൂല്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മൂല്യവത്താക്കി തീർക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്വയം സംസ്കാര സമ്പന്നമായ വ്യക്തിത്വത്തിന്റെ ഉടമയായി സംസ്കാര ലക്ഷ്മിയായി സങ്കല്പം, വാക്ക്, കർമ്മം ഇവയിലൂടെ എല്ലാവരിലും ശ്രേഷ്ഠമായ സംസ്കാരത്തെ പ്രദാനം ചെയ്ത് എൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ഓരോരുത്തർക്കും സംസ്കാരത്തെ നിറച്ചു നൽകി അവരെയും സർവഗുണ സമ്പന്നനാക്കി തീർക്കുന്നു. ഞാൻ ഒരു ദിവ്യ ആത്മാവാണ്. ഞാൻ എൻ്റെ അനാദി സംസ്കാരത്തെ സ്മൃതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓർമ്മയുടെ ശക്തിയിലൂടെ ഞാൻ ദിവ്യഗുണങ്ങൾ കൊണ്ട് എൻ്റെ സംസ്കാരത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പവിത്രത, ശാന്തി, സുഖം, സ്നേഹം, സത്യത മുതലായ ദിവ്യഗുണങ്ങളെ ധാരണ ചെയ്ത് കർമ്മത്തെ ശ്രേഷ്ഠമാക്കിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ എൻ്റെ സംസ്കാരത്തെ ശ്രേഷ്ഠമാക്കുന്നതിലൂടെ മറ്റ് അനേക ആത്മാക്കൾക്കും അവരുടെ ഉള്ളിൽ ദിവ്യമായ സംസ്കാരത്തെ എമർജ് ചെയ്യുന്നതിനുള്ള പ്രേരണ എന്നിൽ നിന്നും ലഭിക്കുകയാണ്. ഞാൻ സംസ്കാര ലക്ഷ്മിയാണ്. नमो नमः ॐ विश्वजनन्यै नमो नमः ॐ महालक्ष्म्यै नमो नमः ॐ विष्णुप्रियायै नमो नमः ॐ धनप्रदायै नमो नमः ॐ विश्वजनन्यै नमो नमः ॐ महालक्ष्म्यै नमो नमः ॐ विष्णुप्रियायै नमो नमः ॐ धनप्रदायै नमो नमः ॐ विश्वजनन्यै नमो नमः ഞാൻ സൗന്ദര്യലക്ഷ്മിയാണ്. ജീവിതത്തിൽ ദിവ്യതയും തിളക്കവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്ന ലക്ഷ്മി. നമ്മുടെ ഗൃഹത്തെ അലങ്കരിക്കുന്ന എല്ലാ അലങ്കൃത വസ്തുക്കളിലും സൗന്ദര്യലക്ഷ്മി വസിക്കുന്നു. ആ അലങ്കാര വസ്തുക്കളിൽ ഇരുന്നു കൊണ്ട് സൗന്ദര്യവും തിളക്കവും ദിവ്യതയും അനുഗ്രഹങ്ങളായി നൽകുന്നു.
യഥാർത്ഥ വിധിയിലൂടെ സൗന്ദര്യലക്ഷ്മിയെ ഗൃഹത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നതിലൂടെ എല്ലാ പ്രകാരത്തിലുമുള്ള അശുഭകരമായ ശക്തികൾ അവിടെ നിന്നും ഇല്ലാതെയാകുന്നു. അതിലൂടെ ഓരോരുത്തരുടെ മുഖത്തും ആന്തരികമായ പവിത്രതയുടെ തിളക്കം പ്രത്യക്ഷമാകും. ഞാൻ അതിസുന്ദരമായ ആത്മാവാണ്. എൻ്റെ ആന്തരിക സൗന്ദര്യം എൻ്റെ മുഖഭാവത്തിലൂടെ പുറത്ത് കാണപ്പെടുന്നു. സർവശ്രേഷ്ഠമായ സങ്കല്പമാണ്, സ്മൃതിയാണ് എൻ്റെ നെറ്റിയിലെ സൗന്ദര്യം. എൻ്റെ ആത്മീക ദൃഷ്ടിയും ആത്മീക വൃത്തിയും എൻ്റെ കണ്ണുകളുടെ സൗന്ദര്യമായി കാണപ്പെടുന്നു. എൻ്റെ സന്തുഷ്ടതയും സംതൃപ്തിയും നിറഞ്ഞ പുഞ്ചിരി ചുണ്ടുകളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. എൻ്റെ മധുരമായ വാക്കുകൾ ചെവികൾക്ക് അതിസുന്ദരമായ സംഗീതം പോലെയാണ്. എൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രകാശം എൻ്റെ പവിത്രതയെ കൂടുതൽ ഉജ്ജ്വലമാക്കുന്നു. അതുപോലെ തന്നെ പവിത്രത എൻ്റെ സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ആത്മീക തിളക്കത്തിലൂടെ അനേക ആത്മാക്കളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ മുൻപിലും ഞാൻ പ്രസന്നവദനനായി ആത്മീയത തുളുമ്പുന്ന കണ്ണുകളോടെ പുഞ്ചിരിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്ന സൗന്ദര്യലക്ഷ്മിയാണ്. महालक्ष्म्यै च विद्महे विष्णुपत्न्यै च धीमहि तन्नो लक्ष्मी प्रचोदयात्। ॐ महालक्ष्म्यै च विद्महे विष्णुपत्न्यै च धीमहि तन्नो लक्ष्मी प्रचोदयात्। ॐ महालक्ष्म्यै च विद्महे विष्णुपत्न्यै च धीमहि तन्नो लक्ष्मी प्रचोदयात्।
ഞാൻ ഗൃഹലക്ഷ്മിയാണ്. ഒരു ഗൃഹത്തെ ഐശ്വര്യപൂർണമാക്കി മാറ്റുന്ന അമ്മമാർക്ക് ബഹുമാനം നൽകുന്ന ലക്ഷ്മി ഗൃഹലക്ഷ്മി. മഹാലക്ഷ്മി ഗൃഹത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഐശ്വര്യമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഗൃഹലക്ഷ്മിയുടെ ആശീർവാദത്താൽ ആ ഗൃഹം ശ്രേഷ്ഠമായ ഗുണങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്നു. സ്നേഹം, ബഹുമാനം, എല്ലാവരുമായും നല്ല ഇടപെടൽ, ഉയർന്ന ചിന്താഗതികൾ, ഇവയെല്ലാം ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കുന്നു. അങ്ങനെ ആകർഷകമായൊരു കുടുംബം അനേക വംശങ്ങളായി, സന്തതി പരമ്പരകളായി നിലനിൽക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഗൃഹത്തെ ഗൃഹലക്ഷ്മി ദിവ്യമായ സ്നേഹത്താലും സമ്പൂർണമായ സുഖശാന്തിയുടെ അനുഗ്രഹത്താലും നിറയ്ക്കുന്നു. ഞാൻ വിശ്വപരിവർത്തക ആത്മാവാണ്. ഞാൻ പരംപിത പരമാത്മാവിനോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കുന്ന ശക്തിയാണ്. ഞാനും ഭഗവാനും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മുഴുവൻ ലോകത്തെയും മുള്ളുകൾ നിറഞ്ഞ കാട്ടിൽ നിന്നും പൂന്തോട്ടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മുഴുവൻ ലോകത്തെയും ഒരു കുടുംബമായി കാണുന്നു. ഈ ഭൂമിയിൽ എവിടെയെല്ലാം എൻ്റെ പാദങ്ങൾ പതിയപ്പെടുന്നുവോ അവിടെയെല്ലാം താമരയുടെ അടയാളം ചാർത്തപ്പെടുന്നു. എൻ്റെ പവിത്രമായ പാദസ്പർശം
മുഴുവൻ വാതാവരണത്തിലും പവിത്രത, സുഖം, ശാന്തി, ഏകത എന്നിവയെ പ്രദാനം ചെയ്യുന്നു. सृष्टि की चार दिशाओं से तेरी है चार भुजाएं माँ, तेरी ही केशों से है वो बनी गगन में फैली घटाएं माँ। हवाएं रही तुमको पंखा झुला, महालक्ष्मी माँ मेरे घर भी आ। श्रद्धा से बैठे हैं ज्योति जला, महालक्ष्मी माँ मेरे घर भी आ। शेष की शैया पर तू माँ विष्णु के संग विराजती, तेरे इशारों पर ही तो माँ दुनिया ये सारी नाचती। जग को चलाती है तेरी कला, महालक्ष्मी माँ मेरे घर भी आ। श्रद्धा से बैठे हैं ज्योति जला, महालक्ष्मी माँ मेरे घर भी आ। करुणामयी कमलेश्वरी दया की वर्षा कर भी दो, अपनी कृपा के रत्नों से भक्तों के कोष भर भी दो। माटी को छू के तो सोना बना, महालक्ष्मी माँ मेरे घर भी आ। ഞാൻ രാജലക്ഷ്മിയാണ്. ജീവിതത്തിൽ റോയൽറ്റിയുടെ ഭാഗ്യം നൽകുന്ന ലക്ഷ്മി, രാജലക്ഷ്മി ഭരിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. പ്രാചീന കാലങ്ങളിൽ മഹാരാജാക്കന്മാരും രാജാക്കന്മാരും തങ്ങളുടെ അധികാരം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും രാജലക്ഷ്മിയുടെ വിശേഷപ്പെട്ട പൂജ ചെയ്തിരുന്നു. എല്ലാ ഭരണാധികാരികളും രാജലക്ഷ്മിക്ക് മഹത്വം നൽകിയിരുന്നു. രാജലക്ഷ്മിയുടെ കൃപയുണ്ടെങ്കിൽ ഭാഗ്യം തീർച്ചയായും ലഭിക്കുമെന്നവർ വിശ്വസിച്ചിരുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയായ ആത്മാവാണ്. എന്റെ പക്കൽ കൺട്രോളിംഗ് പവറിന്റെ
അതായത് നിയന്ത്രണ ശക്തി. റൂളിംഗ് പവറിന്റെ അതായത് ഭരണത്തിന്റെ ശക്തി ഒരു സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. ഞാൻ രാജയോഗിയാണ്, രാജ ഋഷിയാണ്. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും എന്റെ നിയന്ത്രണത്തിലാണ്. എന്റെ മനസ്സിനും ബുദ്ധിക്കും സംസ്കാരത്തിലുമെല്ലാം സമാനതയുണ്ട്. ഞാൻ ഈ സമയം ഓരോ ആത്മാക്കൾക്കും രാജയോഗത്തിന്റെ ജ്ഞാനം നൽകി റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറും വർദ്ധിപ്പിക്കുവാനുള്ള സഹയോഗം നൽകിക്കൊണ്ടിരിക്കുന്നു. सभी का तुम ही तो आदि अनंत हो। बड़ी हर कला से तुम्हारी कला, महालक्ष्मी माँ मेरे घर भी आ। श्रद्धा से बैठे है ज्योति जला, महालक्ष्मी माँ मेरे घर भी आ। केशव प्रिया भयनाशिनी, चरणों की हमको धूल दो। राहों में बिखरे है शूल जो, उनको बनावा फूल दो। रखियो सदा ही हम पे दया, महालक्ष्मी माँ मेरे घर भी आ। श्रद्धा से बैठे है ज्योति जला, महालक्ष्मी माँ मेरे घर भी आ। इच्छा पूरक माँ भगवती, श्रद्धा सुमन स्वीकार कर। जो तेरी चौखट पर झुके, उनका तू उद्धार कर। करुणा करस्मा देना बरसा, महालक्ष्मी माँ मेरे घर भी आ। ഓം ശാന്തി.